പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്ത ഒരു മഹത്തായ സന്ദേശം, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ അതേ സന്ദേശം നമ്മോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. നോഹയും ദാനിയേലും ഇയ്യോബും അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. അതിന് തൊട്ടുള്ള മുമ്പുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിനൊരു ചിന്തയുണ്ടായിരുന്നു. പിതാക്കന്മാരുടെ നാമം പറഞ്ഞ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, നോഹ, ഇയ്യോബ്, ദാനിയേൽ, പ്രവാചകന്മാരുടെയും പിതാക്കന്മാരുടെയും നടത്തിപ്പുകാരുടെയും ദൈവപുരുഷന്മാരുടെയും പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ നീതീകരണം അവകാശപ്പെടുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ പുണ്യവാളന്മാരോടൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ഇന്ന നടത്തിപ്പുകാരാണ്, ഇന്ന പാസ്റ്റർ ഉണ്ടായിരുന്നു, ഇന്ന അച്ഛനുണ്ടായിരുന്നു, തിരുമേനി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പാരമ്പര്യം സഭയെക്കുറിച്ച് അവകാശപ്പെടുകയില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അവരൊക്കെ ഉണ്ടായിരുന്നു, അവർ എൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായിരുന്നു, നീതിമാന്മാരായിരുന്നു. വാസ്തവമായി ഞാൻ അവരെ നടത്തി, ഞാൻ അവരോട് സംസാരിച്ചു. ദോഷം വിട്ടകലുന്നതായ അങ്ങനെ പ്രവാചകന്മാരായ ദാനിയേലിനെ പോലുള്ള മഹാപുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും ശരി, അവർക്ക് പോലും അവരുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ അവരുടെ മഹത്വം കൊണ്ടും അവരുടെ നീതി കൊണ്ടും രക്ഷിക്കുവാൻ കഴിയുകയില്ല. അവരുടെ ജീവന് മാത്രമേ, അവരുടെ സ്വന്തം പ്രാണൻ മാത്രമേ അവരുടെ നീതിയാൽ രക്ഷ പ്രാപിക്കുകയുള്ളൂ. എന്നാൽ അവരുടെ പേര് പറഞ്ഞ് പാരമ്പര്യം അവകാശപ്പെടുന്നവരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഒരു മനുഷ്യൻ ജീവനോട് ശരീരത്തിലിരിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം അവൻ പ്രാപിക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്രമാണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും ശേഷിച്ചിരിക്കയാൽ ആ ന്യായവിധി ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ളതായ ന്യായവിധിയാണ് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ബോധ്യം. അത് മനുഷ്യനിൽ വരുമ്പോഴാണ് മനുഷ്യൻ പാരമ്പര്യത്തിൻ്റെ പേര് വിട്ട് അവനവനിലേക്ക് തിരിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നീതിപ്രവൃത്തി മാത്രമേ നമ്മെ രക്ഷിക്കൂ. നമ്മുടെ സഭ നമ്മെ രക്ഷിക്കുകയില്ല, സഭയുടെ പേര് രക്ഷിക്കുകയില്ല, സമുദായത്തിൻ്റെ പാരമ്പര്യം നമ്മെ രക്ഷിക്കുകയില്ല, നമ്മുടെ ശുശ്രൂഷയുടെ ഘനം നമ്മെ രക്ഷിക്കുകയില്ല, കൺവെൻഷൻ്റെ ജനപ്പെരുപ്പം നമ്മെ രക്ഷിക്കുകയില്ല, നമ്മുടെ ഭാഷാ വൈവിധ്യങ്ങളും നമ്മുടെ പ്രവചന ത്വരിതങ്ങളും ഒന്നും നമ്മെ രക്ഷിക്കുകയില്ല, നമ്മുടെ പ്രാണനെ രക്ഷിക്കുകയില്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നീതിയുള്ളവരായിരിക്കുന്നു, ആ നീതിയാൽ നാം രക്ഷ പ്രാപിക്കും. എന്നാൽ നമ്മുടെ തലമുറകളിന്മേൽ ദൈവം ചില നീതി പ്രവൃത്തികൾക്ക് കണക്കിടും. അത് ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവം നമ്മോട് കാണിക്കുന്നതായ ഒരു നീതി. എന്നാൽ നമ്മുടെ നീതിയാൽ നാം നമ്മുടെ ജീവനെ മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയുള്ളൂ. തലമുറകളിന്മേലും കുഞ്ഞുങ്ങളിന്മേലും ഒക്കെ ചില അനുഗ്രഹങ്ങളും ചില ദോഷങ്ങളും ഒക്കെ ദൈവം കൊണ്ടുവന്നേക്കാം. അത് വേറൊരു പകുതിയാണ്. ആത്മരക്ഷ എന്ന് പറയുന്നതായ ഒരു സംഭവം, ആത്മാവിൻ്റെ രക്ഷ അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവകാശം, അത് പാരമ്പര്യത്തിൻ്റെ ഉടമസ്ഥതയല്ല, എന്നാൽ സ്വന്തം ജീവിതത്തിൻ്റെ അവകാശങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷിതാവായി നാം സ്വീകരിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല, നമ്മുടെ സഭയുടെ രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല, സമൂഹത്തിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷിതാവെന്ന് ഞാൻ ഏറ്റുകൊള്ളുന്നു. എന്നിട്ട് എൻ്റെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ളതായി കാണപ്പെടേണ്ടതിന് ഞാൻ അനുദിനം എന്നെ തന്നെ കാക്കുന്നു.
ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പലപ്പോഴും പല പാരമ്പര്യങ്ങളും പല അവകാശങ്ങളും പറഞ്ഞുകൊണ്ട് രക്ഷയുടേക്കും സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ളതായ അനേക പ്രതിഫലനത്തിനും നമ്മൾ ലൈൻ നിന്നേക്കാം, കാവൽ നിന്നേക്കാം, പ്രതീക്ഷയർപ്പിച്ച് നമ്മൾ പാട്ടുപാടിയേക്കാം, അനേക പ്രസംഗങ്ങൾ നടത്തിയേക്കാം, അനേക പ്രാർത്ഥനകൾ നമ്മൾ സംഘടിപ്പിച്ചേക്കാം, വലിയ വലിയ കൂട്ടായ്മകൾ നമ്മൾ കാഴ്ചവെച്ചേക്കാം. കാര്യമൊക്കെ ശരിയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, തീർച്ചയാണ്, ശരിയാണ്, നിങ്ങളുടെ മധ്യത്തിൽ ഒരു നോഹ ഉണ്ടായിരുന്നു, നിങ്ങളുടെ മധ്യത്തിൽ ഒരു അബ്രഹാം ഉണ്ടായിരുന്നു, നിങ്ങളുടെ മധ്യത്തിൽ ഒരു യോബ് ഉണ്ടായിരുന്നു. കഷ്ടങ്ങൾ സഹിച്ച യോബിനെക്കുറിച്ച് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ പറയാൻ കഴിയും. ദർശന താഴ്വരകളിലേക്ക് മനുഷ്യജാതിയെ കൊണ്ട് എത്തിച്ചതായ കടുങ്കട്ടഴിക്കുവാൻ പ്രയാസമായിട്ടുള്ളതായ അനേക പ്രവചന കാര്യങ്ങളെ, നടക്കുവാനിരിക്കുന്നതായ സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യജാതിയോട് വളരെ വളരെ ഗഹനമായ രീതിയിൽ അവതരിപ്പിച്ചതായ ദാനിയേലുണ്ടായിരുന്നിരിക്കാം. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ അനേകർക്ക് കൃപ ലഭിക്കാതിരുന്നപ്പോൾ നോഹയ്ക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു എന്ന് പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ നിന്ന് ധാരാളം കൃപയെ വാരിക്കൂട്ടിയതായ നോഹയുണ്ടായിരുന്നിരിക്കാം. ശരിയാണ്, അവരൊക്കെയും അവരുടെ തലമുറയിൽ അവർക്കുള്ള നീതി, അവർക്കുള്ള രക്ഷ അവർ സമ്പാദിച്ചു, അവർ കടന്നുപോയി. എന്നാൽ ആ പേര് കൊണ്ടോ മഹത്വം കൊണ്ടോ ഇന്ന് ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. നമ്മുടെ സ്വന്തം പ്രവൃത്തി, നമ്മുടെ നീതി, ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുൻപിലും നാം കഴിക്കുന്നതായ ആ ശുദ്ധ മനസാക്ഷി നമ്മുടെ രക്ഷയ്ക്കായി ഉതകുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ആഴമായി ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് പാരമ്പര്യത്തിലല്ല, ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം തരുന്നതായ നീതി പ്രവൃത്തിക്കായിട്ടുള്ളതായ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് നീതിയാൽ നാം നമ്മുടെ ജീവനെ നേടുന്നവരായി തീരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രാവശ്യം കൂടെ നമ്മെ ബോധിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും പാരമ്പര്യങ്ങളുടെ ചുറ്റുവട്ടുകളിൽ നിന്ന് വിട്ടുപിച്ച് അവരുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ളതാക്കി കാണപ്പെടുവാൻ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവരും ദൈവത്തോട് നാം സംസാരിക്കുന്നവരും, നോഹയോ യോബോ ദാനിയേലോ ദൈവത്തോട് സംസാരിച്ചതുകൊണ്ട് ആ സംസാരത്തിൽ നാം ആ സംസാരത്തിൽ മാത്രം സന്തോഷിക്കുന്നവരല്ല, എന്നാൽ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി, ഒരു ഗുണദോഷങ്ങളായി ഉൾക്കൊണ്ടും കൊണ്ട് അതൊക്കെയും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പരീക്ഷകളുടെ മധ്യത്തിൽ നിലനിൽക്കുവാൻ, അവനെന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരുമെന്ന് പറഞ്ഞ യോബിന് തുല്യരായി, കഷ്ടതയുടെ നീർച്ചൂഴിയിൽ കൂടെ കടന്നുപോയിരുന്നാലും ശരി, സിംഹക്കുഴിയിൽ നിന്ന് സിംഹക്കുഴിയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചില്ലെങ്കിലും നോഹയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എന്നോട് കൽപ്പിച്ചത് ചെയ്യുക തന്നെ ചെയ്യും, അവൻ എന്നെ പരിപാലിക്കും. ഇങ്ങനെയൊക്കെയുള്ളതായ ദൃഢമായ ഒരു വിശ്വാസത്തിന് ഉടമകളായി നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുവാൻ ദൈവം നമുക്ക് വലിയ കൃപ തരുമാറാകട്ടെ. അവരോട് കാണിച്ചതായ ദൈവത്തിൻ്റെ നീതി, അവർ നേടിയതായ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ രക്ഷയുടെ അനുഭവം, അത് നമ്മളിലേക്ക് സൗജന്യമായി ഇറങ്ങി വരുന്നില്ല. എന്നാൽ നാം തന്നെ നമ്മുടെ സ്വർഗത്തെ പണിയുകയും നമ്മുടെ അവകാശങ്ങളെ ഉറപ്പുവരുത്തുകയും ചെയ്യും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവം ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാത വചനം ശ്രവിച്ച ഓരോ ദൈവജനങ്ങളെയും രക്ഷയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധത്തിലേക്ക് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി ജീവിച്ചുകൊണ്ട് അനേക മാതൃകകളെ അവരുടെ ജീവിതത്തിൽ സ്വായത്തമാക്കി അവരും ഒരു നല്ല ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക്, നീതിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.